പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു കഥയാണ്. കഥയുടെ പേര് സിപ്പായി ഹോഷിയാർ സിംഗ് എന്നാണ്. നന്ദനാരുടെ കഥയാണ്. നമുക്ക് ഒരു പട്ടാള കഥ പരിചയപ്പെടാം. സിപ്പായി ഹോഷിയാർ സിംഗ് തിരമാലകളെ പോലെ ആർത്തിരമ്പി വരുന്ന ചീന പട്ടാളക്കാർക്കെതിരായി ധീരധീരം പോരാടി വീരമൃത്യു അടയുകയും മുറിവേൽക്കപ്പെടുകയും അംഗവിഹീനനാവുകയും ചെയ്ത നിരവധി ഇന്ത്യൻ പട്ടാളക്കാരുടെ ഒരു പ്രതീകമായി സിപ്പായി ഹോഷിയാർ സിംഗിനെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കഥ സിപ്പായി ഹോഷിയാർ സിംഗിൻ്റെ മാത്രം കഥയല്ല, ഓരോ ഇന്ത്യൻ പട്ടാളക്കാരൻ്റെയും കഥയാണ്. സമാധാനത്തിലും സഹവർത്തിത്വത്തിലും വിശ്വസിക്കുന്ന ഓരോ ലോക പൗരൻ്റെയും കഥയാണ് സിപ്പായി ഹോഷിയാർ സിംഗ്. ഇപ്പോൾ അയാൾ ഗോഹട്ടിയിലെ പട്ടാള ആശുപത്രിയിൽ അക്യൂട്ട് സർജിക്കൽ വാർഡിലുള്ള അയാളുടെ ബെഡിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാനിൽ ദൃഷ്ടികൾ നട്ടുകൊണ്ട് മലർന്നു കിടക്കുകയാവും. ഹീരാരാഞ്ച പ്രേമത്തെക്കുറിച്ചുള്ള പാട്ടുകൾ മൂളുന്നുണ്ടാകും. അയാളുടെ ശ്രവണമധുരമായ പാട്ടിൻ്റെ ഈരടികൾ എൻ്റെ കർണങ്ങളിൽ ഇപ്പോഴും അനുരണനം ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രവിശ്യകളിലെ എത്രയെത്ര പാട്ടുകൾ കേട്ടിരിക്കുന്നു. പക്ഷേ ഹീരാരാഞ്ച പ്രേമഗാനത്തിൻ്റെ ഈണവും ഒഴുക്കും മറ്റു പാട്ടുകളിലൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. ഹീരാരാഞ്ച പ്രേമഗാനങ്ങളുടെ അർത്ഥവ്യാപ്തിയും വിഷാദമധുരിമയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഫെബ്രുവരി മാസത്തിലെ സുഖകരമായ ചൂടുള്ള ഒരു ഉച്ചയ്ക്കാണ് ഞാൻ ആസ്പത്രിയിൽ അഡ്മിറ്റാകുന്നത്. ഹോസ്പിറ്റൽ കിറ്റുമായി വാർഡിൽ വന്നപ്പോൾ രോഗികളെല്ലാം ഊണുകഴിഞ്ഞ് അവരവരുടെ ബെഡുകളിൽ കിടന്ന് മയങ്ങുകയായിരുന്നു. ഹോഷിയാർ സിംഗിൻ്റെ തൊട്ടടുത്ത കട്ടിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. കട്ടിലിൽ മടക്കി വെച്ചിരിക്കുന്ന കിടക്ക നിവർത്തിക്കൊണ്ട് ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റ് പറഞ്ഞു, "ബെഡ് വിരിച്ചോ?" ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സഹായത്തോടെ ആസ്പത്രി ചിട്ടയ്ക്കനുസരിച്ച് ബെഡ് വിരിച്ചു. കപ്പും പ്ലേറ്റും സോപ്പും പല്ല് തേക്കാനുള്ള സാധനങ്ങളും ടീപ്പോയിൽ വൃത്തിയായി വെച്ചു. എന്നിട്ട് കട്ടിലിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കി. വാർഡിലെ കണ്ണാടി ജനാലകളെല്ലാം മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ആസ്പത്രി വളപ്പിൽ നിരനിരയായി നട്ടുപിടിപ്പിച്ച അലരിമരങ്ങളെല്ലാം പൂവണിഞ്ഞു നിൽക്കുന്നു. അലരിപ്പൂക്കളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വെള്ള, ഇളം നീല, മഞ്ഞ എന്നീ നിറങ്ങളിൽ ഉള്ള പൂക്കൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങളാണ് ആസ്പത്രി വളപ്പിൽ നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് തോന്നി. ചുവപ്പു നിറം ഭീകരതയുടെ പ്രതീകമാണ്. അലരിപ്പൂക്കളിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹോഷിയാർ സിംഗ് ചോദിച്ചത്, "നീഫയിൽ നിന്നാണോ?" പൂക്കളിൽ നിന്ന് ദൃഷ്ടികൾ പറിച്ചെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, "അല്ല." "ലഡാക്കിൽ നിന്നാണോ?" "അല്ല." "പിന്നെ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്ന ഭാവത്തോടെ ഹോഷിയാർ സിംഗ് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, "സിക്കിം ചീന അതിർത്തിയിൽ നിന്നാണ് ഞാൻ വരുന്നത്." "അവിടെ യുദ്ധമുണ്ടായിരുന്നോ?" "ഇല്ല." പിന്നെ കുറച്ചു നേരത്തേക്ക് അയാൾ ഒന്നും ശബ്ദിച്ചില്ല. എന്തോ അപഗാഢമായി ആലോചിക്കുന്നത് പോലെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. അധികം താമസിയാതെ തന്നെ ആ ആലോചനയിൽ നിന്ന് രൂപമെടുത്തതുപോലെ ഹീരാരാഞ്ച പ്രേമഗാനം മൂളാനും തുടങ്ങി. അയാളുടെ സ്വരമാധുരി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ വിഷാദമധുരമായ അനുഭൂതികളുടെ അലകൾ ഉണ്ടാക്കി. ഹീരാരാഞ്ച പ്രേമഗാനം മൂളുന്ന ആ രോഗിയെ ഞാൻ സൂക്ഷിച്ചു നോക്കി. നെഞ്ചുവരെ കമ്പിളിയിട്ട് മൂടിയാണ് കിടക്കുന്നത്. മുഖം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. സുന്ദരമായ മുഖം, മ്ലാനമാണ്. കണ്ണുകളിൽ വിഷാദഛായ നിഴലിച്ചിട്ടുണ്ട്. അയാൾ നന്നെ ഹൃദയവേദന അനുഭവിക്കുന്നുണ്ടെന്നത് സ്പഷ്ടമാണ്. എന്താണ് അയാളുടെ ഹൃദയവേദനയ്ക്ക് കാരണം? മുഖം മ്ലാനമാകാൻ എന്താണ് കാരണം? എന്താണ് അയാളുടെ അസുഖം? ചോദിച്ചാലോ? പക്ഷേ അയാൾ പാട്ട് മൂളുക തന്നെയാണ്. വെറുതെ ഒരു രസത്തിന് വേണ്ടിയായല്ല അയാൾ പാട്ട് മൂളുന്നത്. അയാളുടെ മുഖഭാവം ശ്രദ്ധിച്ചാൽ അയാൾ ആ പ്രേമഗാനത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണെന്ന് തോന്നും. ഒരു സിസ്റ്റർ വന്ന് അയാളോട് ചോദിച്ചു, "എങ്ങനെയുണ്ട്?" പാട്ട് നിർത്തിക്കൊണ്ട് ഹോഷിയാർ സിംഗ് പറഞ്ഞു, "ആശ്വാസമുണ്ട്." സിസ്റ്റർ ഉടൻ ഡ്യൂട്ടി റൂമിലേക്ക് പോവുകയും ചെയ്തു. സിസ്റ്റർ പോയപ്പോൾ ഹോഷിയാർ സിംഗ് ചോദിച്ചു,
നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക് ഗണ്ണുകൾ കിട്ടിത്തുടങ്ങിയോ? കുറേശ്ശെ. നമുക്ക് ഓട്ടോമാറ്റിക് ഗണ്ണുകൾ ധാരാളം വേണം. അയാൾ ദൃഢസ്വരത്തിൽ 1-2 പ്രാവശ്യം പറഞ്ഞു. അയാൾ തൻ്റെ കൈവിരലുകൾ വായുവിൽ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ഓട്ടോമാറ്റിക് ഗൺ ഉപയോഗിക്കാനുള്ള ആർത്തി അയാളുടെ ആത്മാവിൽ കിടന്ന് ഓളം വെട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ അയാളുടെ കണ്ണുകളിൽ വിഷാദഛായ ഉണ്ടായിരുന്നില്ല. അയാളുടെ മുഖം പ്രതികാരവാഞ്ചയുടെ പരിവേഷമണിഞ്ഞിരിക്കുന്ന പോലെ തോന്നി. തെരുതെരെ തോട്ടകൾ ചീറിപ്പായുന്ന ഗണ്ണുമായി ചീന പട്ടാളക്കാരുടെ അണികളിലേക്ക് പാഞ്ഞു പോകാനുള്ള ഒരു കൊടുമ്പിരിക്കൊള്ളൽ അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടാകണം. ഞാൻ അയാളുടെ മുഖത്ത് നിഴലിക്കുന്ന വികാരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഭൂതകാല സംഭവങ്ങളുടെ നിലവിൽ നിന്നാണ് അയാൾ ഇത്ര വികാരാധീനനാകുന്നതെന്ന് വരുമോ? നേഴ്സിംഗ് അസിസ്റ്റന്റ് ഹോഷിയാർ സിംഗിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. മൂത്രമൊഴിക്കണോ? വേണം. നേഴ്സിംഗ് അസിസ്റ്റന്റ് ചക്രങ്ങളുള്ള ഒരു കസേര ഹോഷിയാർ സിംഗിൻ്റെ ബെഡിൻ്റെ ഇടത്തുഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് അയാൾ പുതച്ചിരുന്ന കമ്പിളി സാവധാനത്തിൽ വലിച്ചു നീക്കി. അപ്പോൾ ഞെട്ടിപ്പോയി. ഞാനാകെ തരിച്ചു. സിപ്പായി ഹോഷിയാർ സിംഗിന് 2 കാലുകളും ഉണ്ടായിരുന്നില്ല. കാലുകൾ 2 മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. എൻ്റെ പരിഭ്രമം മറ്റുള്ളവർ കാണാതിരിക്കാൻ ഞാൻ എൻ്റെ മുഖം തലയിണയിൽ അമർത്തി. സ്വല്പനേരത്തേക്ക് കണ്ണുകൾ അടച്ചു കിടന്നു. കണ്ണുകൾ തുറന്നപ്പോൾ ഹോഷിയാർ സിംഗിനെ മൂത്രമൊഴിപ്പിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ഞാൻ ഹോഷിയാർ സിംഗിനെ കുറിച്ച് ഓർത്തു. നല്ല ശരീരശേഷിയും ചുണയുമുള്ളൊരു പട്ടാളക്കാരനായിരുന്നിരിക്കണം. ശരീരശേഷിയും ചുണയുമുള്ള ഒരു പഞ്ചാബി പട്ടാളക്കാരന് ലേശം ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ അയാൾ ഉയർന്നുയർന്ന് അങ്ങനെ പോകാതിരിക്കില്ല. ഒടുവിൽ പെൻഷന് സമയമാകുമ്പോഴേക്ക് ഒരു സുബേദാർ മേജറെങ്കിലും ആവും തീർച്ചയാണ്. ഹോഷിയാർ സിംഗിൻ്റെ കാര്യമോ? പട്ടാളത്തിൽ അയാൾ ഇനി ഒന്നും ആകാൻ പോകുന്നില്ല. അംഗഭംഗം വന്നവരെ പട്ടാളത്തിൽ വെച്ചുകൊണ്ടിരിക്കില്ല, ബോർഡ് ഔട്ടിലയക്കും. അപ്പോൾ ഹോഷിയാർ സിംഗിൻ്റെ ആശകളും പ്രതീക്ഷകളുമെല്ലാം കരിഞ്ഞു ചാമ്പലായിരിക്കുകയാണോ? എങ്ങനെയാവാം അയാളുടെ കാലുകൾ നഷ്ടപ്പെട്ടത്? അയാളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞാൻ ആഗ്രഹിച്ചു. നേഴ്സിംഗ് അസിസ്റ്റന്റ് അയാളെ മൂത്രമൊഴിപ്പിച്ചു കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. വേദന കലർന്ന ഒരു മന്ദഹാസത്തോടെ പതിഞ്ഞ സ്വരത്തിൽ ഹോഷിയാർ സിംഗ് പറഞ്ഞു. അതെ സ്നേഹിത, കാലുകളില്ലാത്ത ഒരു പട്ടാളക്കാരനാണ് ഞാനിന്ന്. ഇതെങ്ങനെ പറ്റി? ചീനക്കാരുടെ സഹോദര സ്നേഹം കൊണ്ട്. ഒന്ന് നിർത്തി സ്വല്പം ആലോചിച്ച ശേഷം അയാൾ തുടർന്നു. അല്ലെങ്കിൽ ചീനക്കാരനെ എന്തിനു പഴിക്കണം? നമ്മുടെ ശുദ്ധഗതിയാണ് കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. നിങ്ങൾ എവിടെയായിരുന്നു? നീഫായിൽ എവിടെ? വൊലോങ്ങിലായിരുന്നു. ഇത്രയും പറഞ്ഞ് ഹീര റാഞ്ച പ്രേമഗാനം പാടാൻ തുടങ്ങി. എനിക്ക് ഹോഷിയാർ സിംഗിനോട് പലതും ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ തൽക്കാലം ചോദ്യങ്ങൾ ചോദിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് തോന്നി. പിന്നീടാവാം, ഇനിയും സമയമുണ്ടല്ലോ. 24 ബെഡുകൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഡാണത്. അവിടെ കിടക്കുന്ന രോഗികളിലധികവും ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന സുഖക്കേട് ബാധിച്ചവരാണ്. ഫ്രോസ്റ്റ് ബൈറ്റ് സുഖക്കേടു കാരണം 2 കാലടികളും നഷ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ച് ഓർത്തുപോയി. കാലടികളും നഷ്ടപ്പെട്ട കൽക്കത്തയിലെ പട്ടാള ആസ്പത്രിയിൽ വെച്ചാണ് ഞാൻ അയാളെ കാണുന്നത്. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് മഞ്ഞുമൂടിയ മലകളിൽ കൂടിയും വൻ കാടുകളിൽ കൂടിയും 20 ദിവസം തുടർച്ചയായി നടന്ന ശേഷമാണ് അയാൾ സ്വന്തം സങ്കേതത്തിലെത്തിയത്. വോലോങ് സമരത്തിൻ്റെ വീരോദാത്ത കഥ അയാളിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ നന്നേ വികാരാധീനനായിട്ടുണ്ട്. ഇന്ന് ആ സ്നേഹിതൻ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ബോർഡ് ഔട്ടിൽ പോയിരിക്കാം. ആ വാർഡിലുള്ളവരിൽ അധികം പേരും എൻ്റെ സുഹൃത്തിനെ പോലെ ഫ്രോസ്റ്റ് ബൈറ്റ് സുഖക്കേടുകാരായ രോഗികളാണ്. എനിക്ക് അവരോട് സഹതാപം തോന്നി. നീഫയിലും ലഡാക്കിലും മറ്റു പട്ടാളക്കാരെ പോലെ യുദ്ധം ചെയ്യാൻ സന്ദർഭം കിട്ടാത്തതിൽ എനിക്ക് നിരാശയുണ്ട്. കാരണം 21 കൊല്ലമായി ഞാനൊരു പട്ടാളക്കാരനാണ്. പട്ടാളത്തിലെ ഉപ്പും ചോറും തിന്നാണ് ഞാൻ ഇത്രയായത്. 2ാം ലോക മഹായുദ്ധകാലത്ത് അരാക്കാർ ഫ്രണ്ടിൽ ജപ്പാൻകാർക്കെതിരായി പോരാടിയിട്ടുണ്ടെന്ന പരമാർത്ഥം മറക്കുന്നില്ല. പക്ഷേ അന്ന് ഞാൻ
ഒരടിമ രാജ്യത്തിലെ പട്ടാളക്കാരനായിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദാഹിക്കുന്ന കോടിക്കണക്കിലുള്ള മനുഷ്യജീവികളിൽ ഒരാളായിരുന്നു. ഇന്ന് ഞാൻ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു പട്ടാളക്കാരനാണ്. ഞാൻ എൻ്റെ ചുമതലാബോധം ശരിക്കും മനസ്സിലാക്കുന്നു. ആർത്തിരമ്പി വരുന്ന ചീന പട്ടാള വ്യൂഹങ്ങളുടെ നേർക്ക് ഗ്രനേഡും തോക്കുമായി കുതിച്ചേറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നീഫയിലും ലഡാക്കിലും യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ സിക്കിം ചീന അതിർത്തിയിൽ ജാഗരൂകരായിരിക്കുകയായിരുന്നു. രക്തദാഹാർത്തരായ ചീനക്കാർ മൂന്നാമതൊരു യുദ്ധരംഗം കൂടി തുറന്നാലോ? ചുറ്റുപാടുകൾ ഉത്കണ്ഠാകുലമായിരുന്നു. പക്ഷേ അങ്ങോട്ടവർ വന്നില്ല. നീഫ ലഡാക്ക് സമരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വികാരാത്മകമായ നല്ലൊരു യുദ്ധ നോവൽ എനിക്ക് എഴുതാൻ കഴിഞ്ഞേനെ. തിരമാലകളെ പോലെ ആർത്തിരമ്പി വരുന്ന ചീന പട്ടാളക്കാർക്കെതിരായി ധീരധീരം പോരാടിയ എൻ്റെ സുഹൃത്തുക്കളുടെ ധീരതയും രാജ്യസ്നേഹവും ഓർക്കുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുന്നു. ചീനക്കാരോട് ധീരധീരം പോരാടിയ ഒരു പട്ടാളക്കാരനാണ് സിപ്പായി ഹോഷിയാർ സിംഗ്. വലോങ് സമരത്തിലെ ഒരു ധീര പടയാളി എൻ്റെ അടുത്ത ബെഡിൽ കിടക്കുന്നു. ഞാൻ അതിൽ അഭിമാനം കൊണ്ടു. എൻ്റെ 15 ദിവസത്തെ ആശുപത്രി ജീവിതത്തിനകം ഞാൻ ഹോഷിയാർ സിംഗുമായി വളരെ അടുത്തു. അതിനു കാരണം ഞങ്ങൾ അടുത്ത ബെഡുകാരായതുകൊണ്ടാവാം. ഞാൻ അയാളെ ദിവസവും വൈകുന്നേരം ചക്രക്കസേരയിലിരുത്തി ആശുപത്രിയുടെ മുമ്പിലുള്ള പുൽത്തകിടിയിൽ കൊണ്ടുപോകും. പിന്നെ സന്ധ്യയാകുമ്പോഴേ വാർഡിലേക്ക് തിരിച്ചു വരികയുള്ളൂ. അയാൾ അപ്പപ്പോഴായി പറഞ്ഞ ആത്മകഥയും നീഫ സമരകഥകളും എൻ്റെ കൺപീലികൾ നനയിച്ചിട്ടുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാബിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ഹോഷിയാർ സിംഗ് ജനിച്ചു. അമ്മയും അച്ഛനും 2 സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കുടുംബമാണ് അയാളുടേത്. വീട്ടിൽ ധാരാളം പാൽ കറക്കുന്ന എരുമകളും പശുക്കളുമുണ്ട്. ആവശ്യത്തിന് വേണ്ട ചോളകൃഷിയും കരിമ്പിൻ കൃഷിയുമുണ്ട്. ഇഷ്ടം പോലെ പാലും നെയ്യും തൈരും കരിമ്പിൻ നീരും കഴിച്ച് അയാൾ വളർന്നു. അതയാളുടെ ബാഹ്യപ്രകൃതി കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. ആ പഞ്ചാബി കുടുംബം ചൂടുകാലത്ത് വീടിൻ്റെ മുമ്പിലുള്ള മാവിൻ തണലിൽ ഇട്ടിട്ടുള്ള ചൂടിക്കട്ടിലിരുന്ന് വലിയ നീള ഗ്ലാസുകളിൽ ലസ്സി കുടിക്കുന്നത് ഞാൻ ഭാവനയിൽ കണ്ടിട്ടുണ്ട്. 1958 ഹോഷിയാർ സിംഗ് പട്ടാളത്തിൽ ചേർന്നത്. അയാൾക്ക് 5 വർഷം സർവീസുണ്ട്. അയാൾക്ക് അടുത്തു തന്നെ ലാൻസ് നായകിൻ്റെ പ്രമോഷൻ കിട്ടേണ്ടതായിരുന്നു. കാഡർ കോഴ്സും മറ്റും ചെയ്ത് പ്രമോഷൻ ഓർഡർ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചീനയുടെ അതിർത്തി കയ്യേറ്റമുണ്ടായത്. അപ്പോൾ റെജിമെൻറ്റ് ജലന്ധറിലായിരുന്നു. പെട്ടെന്ന് നീഫയിലേക്ക് പോരുകയാണ് ഉണ്ടായത്. വൈലോങ്ങിലെ നിമ്നോന്നതങ്ങളായ മലകളുടെ അടിവാരത്തിൽ ശ്രദ്ധയോടെ പണിതൊരുക്കിയ ബങ്കറുകളിലാണ് റെജിമെന്റ് താവളമുറപ്പിച്ചത്. കൊല്ലുന്ന തണുപ്പ്, ചീറിയടിക്കുന്ന കാറ്റ്, വെടിയുണ്ടകളുടെ മുഴക്കം, ഗ്രനേഡ് പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടാകുന്ന അഗ്നിജ്വാലകൾ, മരണവേദന അനുഭവിക്കുന്നവരുടെ ഞരക്കങ്ങൾ. എന്തൊരു ഭീകരവും ദാരുണവുമായ രംഗമാണത്. ഓർക്കുമ്പോൾ പോലും പേടി തോന്നും. വൈലോങ്ങിൽ നടന്ന സമരത്തെക്കുറിച്ച് ഹോഷിയാർ സിംഗ് പറഞ്ഞു തന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ പകർത്തുവാൻ ഞാൻ അശക്തനാണ്. നന്നെ വികാരാധീനനായി അപ്പപ്പോഴായി അയാൾ പറഞ്ഞ സമരകഥകൾ കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ പ്രതികാരവാഞ്ച നാമ്പെടുത്തിട്ടുണ്ട്. ഒരാഴ്ചയിലെ കുതിച്ചുകയറ്റത്തിനും പിൻവാങ്ങലിനും ശേഷം അന്ന് ശത്രുപാളയം നിശബ്ദത പാലിച്ചു. പക്ഷേ അത് പുതിയൊരാക്രമണത്തെ ആസൂത്രണം ചെയ്യാനുള്ള നയമാണെന്ന് നമ്മുടെ പക്ഷത്തുള്ളവർ വിശ്വസിച്ചു. എന്തുകൊണ്ടെന്നാൽ ചീനക്കാർ അങ്ങനെയാണ്. എപ്പോൾ ഏതു ഭാഗത്തു നിന്നാണ് കുതിച്ചുയരുക എന്നത് ഊഹിച്ചറിയുക സാധ്യമല്ല. അവരുടെ ഗറില്ലാ സമരരീതികളും ചതിപ്രയോഗങ്ങളും അമ്പരപ്പുളവാക്കുന്നവയാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് ഒച്ചയും അനക്കങ്ങളും ഉണ്ടാക്കി എതിർപക്ഷത്തുള്ളവരുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കുന്നു. എതിർപക്ഷത്തുള്ളവർ ഒച്ചയും അനക്കങ്ങളും അനുഭവപ്പെടുന്ന സ്ഥലത്ത് ഒരുപാട് ശത്രു സൈന്യങ്ങൾ ഉണ്ടെന്ന് കരുതുന്നു. ശ്രദ്ധ മുഴുവനും അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്നു. ഏതു നിമിഷത്തിലും ആ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന ഉത്കണ്ഠയോടെ തയ്യാറായി നിലയുറപ്പിക്കുന്നു. പക്ഷേ ചീനക്കാരുടെ ആക്രമണം ഉണ്ടാവുന്നത് നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തു നിന്നാവില്ല. നമ്മൾ ഉദ്ദേശിക്കാത്ത വേറൊരു ഭാഗത്തു നിന്നും അവർ കുതിച്ചു മുന്നേറുന്നു. ഓർക്കാതിരിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ പാളി പതുങ്ങി വന്ന് മുതുകത്ത് കുത്തുന്ന ഒരു തരം സമരരീതിയാണിത്.
ഇതുപോലെയുള്ള ചതിപ്രയോഗം അവരുടെ മുന്നേറ്റത്തിന് വളരെ സഹായകമായിട്ടുണ്ട്. എന്തായാലും അന്ന് ശത്രു സങ്കേതം നിശബ്ദമായിരുന്നു. ശത്രു സങ്കേതത്തിലെ നില എന്താണെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരാളെ വേണം. ഒരാളെ വേണമെന്ന് വെച്ചാൽ ബുദ്ധി സാമർഥ്യവും ധീരതയുമുള്ള ഒരാളെ വേണം. അങ്ങനത്തെ ഒരാൾ റെജിമെന്റിൽ ആരാണുള്ളത്? കമാൻഡിംഗ് ഓഫീസറും അഡ്ജുറ്റന്റ് ക്യാപ്റ്റനും കൂലങ്കഷമായി ആലോചിച്ചു. ഹോഷിയാർ സിംഗ്. അവർ രണ്ടുപേരും ഐകകണ്ഠമായി അഭിപ്രായപ്പെട്ടു. അവരുടെ തീരുമാനം ഹോഷിയാർ സിംഗിനെ അറിയിച്ചു. ഹോഷിയാർ സിംഗ് സിഒ സാബിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, സാബ്, ഞാൻ തയ്യാറാണ്. സിഒ സാബും അഡ്ജുറ്റന്റ് ക്യാപ്റ്റനും ഹോഷിയാർ സിംഗിനെ അഭിനന്ദിച്ചു. ഹോഷിയാർ സിംഗ് ഉടൻ തയ്യാറായി. സ്നോ ക്ലോത്തിങ്ങിന് പുറമെ ഗ്രേറ്റ് കോട്ടും ധരിച്ചു. എന്നിട്ടും തണുപ്പിന് കുറവില്ല. ചീറിയടിക്കുന്ന തണുത്ത കാറ്റ് ചെവിക്കുള്ളിലേക്ക് തുളച്ചു കയറുകയാണ്. ഹാൻഡ് ഗ്ലൗസ് ധരിച്ചിട്ടും കൈവിരലുകൾ വേദനിക്കുന്നു. ഒന്നും കാര്യമാക്കാതെ അയാൾ മുമ്പോട്ട് നടന്നു. അരയിൽ ഗ്രനേഡ് ഘടിപ്പിച്ച ബെൽറ്റ് ധരിച്ചിട്ടുണ്ട്. തോട്ടകൾ കാക്കി ഉറകളിൽ കുത്തിത്തിരുകി. അതൊരു മാല പോലെ കഴുത്തിലിട്ടിരിക്കുകയാണ്. തോക്കിൽ തോട്ടകൾ നിറച്ചിട്ടുണ്ട്. കാഞ്ചിയൊന്ന് അമർത്തിയാൽ വെടിയുണ്ടകൾ ചീറിപ്പായും. അയാൾ സധൈര്യം മുമ്പോട്ട് നടന്നു. മുമ്പിൽ കാണുന്ന മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളുടെ അടിവാരത്തിലാണ് ശത്രുപാളയമെന്ന് അയാൾക്കറിയാം. വഴി തെറ്റാതിരിക്കാൻ അയാളുടെ കൈവശം മാപ്പും കംസുമുണ്ട്. ചുറ്റുപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാൾ പതുക്കെ പതുക്കെ മുമ്പോട്ട് നടന്നു. ആശങ്കകളുണ്ട്. എന്തുകൊണ്ടെന്നാൽ ശത്രുക്കളുടെ ചതിപ്രയോഗത്തിൻ്റെ രുചി ഇതിനു മുമ്പ് പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതു നിമിഷത്തിലും ശത്രുക്കൾ മുമ്പിൽ വന്നുകൂടായികയില്ല. താൻ ഒറ്റയ്ക്കാണ്. ഗ്രനേഡും വെടിയുണ്ടകളും ഒരാളുടെ ആവശ്യത്തിനുള്ളതുണ്ട്. പക്ഷേ ഒരു ഇന്ത്യക്കാരനോട് എതിരിടാൻ 10 ചീന പട്ടാളക്കാരുണ്ടാകുമെന്നത് തെളിഞ്ഞ വസ്തുതയാണ്. ചീന പട്ടാളക്കാർ പുതുമഴയത്ത് പാറ്റകൾ പൊടിയുന്നത് പോലെയാണ്. ഹോഷിയാർ സിംഗ് മലയുടെ അടിവാരത്തെത്തി. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാത്തതിൽ അയാൾക്ക് അഭിമാനവും ആശ്വാസവും തോന്നി. അയാൾ ഒന്ന് ശരിക്ക് നിവർന്നു നിന്ന് ദീർഘനിശ്വാസം ഇട്ട് വീണ്ടും മുമ്പോട്ട് നടന്നു. അപ്പോൾ മലയുടെ അടിവാരത്തിലുള്ള ഒരു വൃക്ഷം അയാളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അയാൾ മരത്തിന് മുകളിലേക്ക് നോക്കി. അയാൾക്കൊരു ഉൾക്കിടിലമുണ്ടായി. എന്താണ് ആ കാണുന്നത്? മരക്കൊമ്പിൽ കാക്കി യൂണിഫോം ധരിച്ച 2 ചീന പട്ടാളക്കാർ പതുങ്ങിയിരിക്കുന്നു. അവർ തന്നെ കണ്ടിരിക്കുമോ? അവരെ സഹായിക്കാൻ വേറെയും പട്ടാളക്കാർ പതിയിരിക്കുന്നുണ്ടാവുമോ? എന്താണ് വേണ്ടത്? ഒരു നിമിഷം ആലോചിച്ചു നിന്നു. അങ്ങനെ ആലോചിച്ചു നിൽക്കുന്നത് അപകടത്തെ മാടി വിളിക്കലാണെന്ന് അയാൾക്ക് തോന്നി. ആ മരം ഒരു ചൈനീസ് ഒബ്സർവേഷൻ പോസ്റ്റാണ്. എതിർപക്ഷത്തെ പട്ടാള നീക്കങ്ങളെ ടെലിസ്കോപ്പിൽ കൂടെ അവർ നോക്കിക്കാണുന്നുണ്ടായിരിക്കും. ഹോഷിയാർ സിംഗ് വേറൊരു വഴിയിൽ കൂടി മുമ്പോട്ട് നടന്നു. ഏതു വിധത്തിലെങ്കിലും അവരുടെ ഒബ്സർവേഷൻ പോസ്റ്റിനെ തകർക്കണമെന്ന് അയാൾ ദൃഢനിശ്ചയം ചെയ്തു. അതിനെന്താണ് വഴി? അതിനുള്ള വഴികൾ ആലോചിച്ചുകൊണ്ട് അയാൾ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നു. അപ്പോൾ വലിയൊരു കരിമ്പാറ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ആശ്വാസത്തോടെ കരിമ്പാറയുടെ അടുത്ത് ചെന്നു നിന്ന് നോക്കി. സന്തോഷത്തോടെ അയാൾ ഒന്ന് ദീർഘനിശ്വാസം ഇട്ടു. ആ കരിമ്പാറ ഒരു ദൈവദൂതനാണെന്ന് ഹോഷിയാർ സിംഗിന് തോന്നി. കരിമ്പാറയുടെ മറവിൽ നിന്നുകൊണ്ട് അയാൾ ഒബ്സർവേഷൻ പോസ്റ്റിലേക്ക് നോക്കി. ഒരു 200 വാര ദൂരം കാണും. അയാളുടെ രക്തം തിളച്ചു. തൻ്റെ ചൂണ്ടാണി വിരലിൽ ഒരു തരിപ്പ് കയറിയ പോലെ അയാൾക്ക് തോന്നി. അയാൾ നിറച്ച തോക്ക് ഒബ്സർവേഷൻ പോസ്റ്റിൽ പതുങ്ങിയിരിക്കുന്ന ചീനക്കാരുടെ നേരെ ഉന്നം വെച്ചു. തോക്കിൻ്റെ സേഫ്റ്റി ക്യാച്ച് മുന്നോട്ടാക്കി. ഹര ഹര മഹാദേവ എന്നു പതുക്കെ പറഞ്ഞുകൊണ്ട് അയാൾ 2 പ്രാവശ്യം കാഞ്ചിയിൽ ചൂണ്ടാണി വിരലമർത്തി. ഠേ ഠേ. അയാളുടെ തോക്കിൽ നിന്ന് 2 തോട്ടകൾ ചീറിപ്പാഞ്ഞു. ഉന്നം 2 പിഴച്ചില്ല. മരക്കൊമ്പിൽ നിന്ന് 2 ചീന പട്ടാളക്കാരും നിലം പതിച്ചു. അതോടെ അവരുടെ രംഗമാകെ ഒന്ന് മാറി. പാറ്റ പൊടിയുന്ന പോലെ 10-25 ചീന പട്ടാളക്കാർ അവിടേക്ക് ഓടിയെത്തി. വെടിയുണ്ടയേറ്റ് നിലം പതിച്ച 2 പേരെയും അവർ തൂക്കിയെടുത്തുകൊണ്ട് ഓടി. അതിനെ തുടർന്ന് ഭയങ്കരമായൊരു സംഘട്ടനം അവിടെ നടന്നു. മരത്തടിയിൽ മറഞ്ഞു നിന്നുകൊണ്ട് ചീന പട്ടാളക്കാർ കരിമ്പാറയെ ഉന്നം വെച്ചുകൊണ്ട് ശരവർഷം വെടിയുണ്ടകൾ ഉതിർക്കാൻ തുടങ്ങി. ഹോഷിയാർ സിംഗ്
ഒട്ടും കുലുങ്ങിയില്ല. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ വിജയം. അയാൾ തൻ്റെ നിശ്ചയത്തിൽ ഊന്നി നിന്നുകൊണ്ട് വെടിയുണ്ടകളിൽ കൂടെ പ്രത്യുത്തരം നൽകിക്കൊണ്ടിരുന്നു. ചീന പട്ടാളക്കാരുടെ ഓട്ടോമാറ്റിക് ഗണ്ണിനോട് അയാളുടെ സാധാരണ തോക്ക് ഏറ്റുമുട്ടുകയാണ്. ചീന പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് അനുസ്യൂതം പ്രവഹിക്കുന്ന വെടിയുണ്ടകൾ കരിമ്പാറകളിൽ അനേകായിരം ദ്വാരങ്ങൾ ഉണ്ടാക്കി. കരിമ്പാറ തകർന്നു പൊളിയുമോ എന്ന് ഹോഷിയാർ സിംഗ് സംശയിച്ചു. എല്ലാം കുലുങ്ങുന്നു. പാറക്കല്ലുകൾ ചിന്നി തെറിക്കുന്നു. ചെവി ശരിക്കു കേൾക്കുന്നില്ല. ശ്രവണശക്തി നശിക്കുകയാണോ? ഇതിനകം 12 ചീന പട്ടാളക്കാർ ഹോഷിയാർ സിംഗിൻ്റെ ഉണ്ടകളേറ്റ് മരിച്ചു കഴിഞ്ഞിരുന്നു. എന്തൊരു ഊർജ്ജസ്വലതയും ആത്മധൈര്യവുമാണ് ഹോഷിയാർ സിംഗിന്! പക്ഷേ എത്ര നേരമാണ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ സാധിക്കുക? അയാളുടെ കൈവശമുണ്ടായിരുന്ന തോട്ടകൾ അവസാനിച്ചു. അയാളാകെ തളർന്നു. ഇനി എന്താണ് ചെയ്യുക? തോക്കിന് പ്രയോജനമില്ലാതെ വന്നിരിക്കുകയാണ്. തോട്ടകളില്ലെങ്കിൽ തോക്കിൻ്റെ ആവശ്യം എന്താണ്? അയാൾ തോക്ക് കരിമ്പാറയിൽ ചാരി വെച്ചു. അപ്പോൾ അയാളുടെ കാലുകൾ വിറയ്ക്കുന്നത് പോലെ തോന്നി. അയാൾക്ക് കലി കയറിയിരിക്കുകയാണ്. തോക്കിന് പ്രയോജനമില്ലെന്ന് വെച്ച്, തോട്ടകൾ കഴിഞ്ഞെന്ന് വെച്ച് ശത്രുക്കൾക്ക് കീഴടങ്ങിക്കൂടാ. അയാൾ ഹർ ഹർ മഹാദേവ്, ഹർ ഹർ മഹാദേവ് എന്ന് ആക്രോശിച്ചുകൊണ്ട് ബെൽറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഗ്രനേഡ് കയ്യിലെടുത്ത് അതിൻ്റെ പിന്നുകൾ കടിച്ചൂരി ശത്രുക്കളെ ലാക്കാക്കി എറിഞ്ഞുകൊണ്ട് കുതിച്ചു പാഞ്ഞു. എന്തൊരു സമരവീര്യമാണ്! ചീന പട്ടാളക്കാർ ശരവർഷം വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ടിരുന്നു. വലോങ് സമരത്തിലെ ആ അശ്വത്ഥമാവ് ചീന പട്ടാളക്കാരുടെ വെടിയുണ്ടയേറ്റ് നിലം പതിച്ചു. പിന്നെ കണ്ണുകൾ തുറന്നപ്പോൾ അയാൾ തിബത്തിലെ ചൈനീസ് പട്ടാളാസ്പത്രിയിലായിരുന്നു. 2 കാലുകളിലും ബാൻഡേജ് കെട്ടിയിരിക്കുകയാണ്. ദേഹമാസകലം വേദനിക്കുന്നു. കണ്ണുകൾ പുകയുന്നത് പോലെ തോന്നുകയാണ്. കർണപുടങ്ങളിൽ വെടിയുണ്ടകളുടെ പ്രതിധ്വനി ഇപ്പോഴുമുണ്ട്. 2 കാലുകളിലും വെടിയുണ്ടകൾ തങ്ങിയിരിപ്പുണ്ടെന്ന് എക്സ്റേ ഫോട്ടോയിൽ നിന്ന് മനസ്സിലായി. ഓപ്പറേഷൻ ചെയ്തെടുക്കണമെന്ന് ചീന ഡോക്ടറുടെ നിർബന്ധത്തിന് ഹോഷിയാർ സിംഗ് വഴങ്ങിയില്ല. എൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ചീന ഡോക്ടറെ ഞാൻ അനുവദിക്കില്ല, ഹോഷിയാർ സിംഗ് തീർത്തു പറഞ്ഞു. അതുകൊണ്ട് ചീനക്കാർ ആദ്യം കൈമാറ്റം ചെയ്ത മുറിവേറ്റ യുദ്ധത്തടവുകാരിൽ സിപ്പായി ഹോഷിയാർ സിംഗും ഉണ്ടായിരുന്നു. ഗോഹാട്ടിയിലെ പട്ടാളാസ്പത്രിയിൽ വെച്ച് ഹോഷിയാർ സിംഗിൻ്റെ കാലുകൾ 2 മുറിക്കേണ്ടി വന്നു. കാലുകൾ മുറിക്കാതെ കഴിക്കാൻ വിദഗ്ധരായ ഡോക്ടർ കഴിയുന്നത്ര പരിശ്രമിച്ചു നോക്കി. പക്ഷേ ഫലപ്പെട്ടില്ല. വാർഡിലുണ്ടായിരുന്ന 24 രോഗികളിൽ 2 കാലുകളുമില്ലാത്ത ആൾ ഹോഷിയാർ സിംഗ് മാത്രമായിരുന്നു. ഹോഷിയാർ സിംഗിൻ്റെ സുഖക്കേട് ഗുരുതരവും പ്രത്യേക ശ്രദ്ധയ്ക്ക് വിധേയവുമായിരുന്നു. അതുകൊണ്ടാവണം പ്രസിദ്ധനും മനഃശാസ്ത്ര വിദഗ്ധനുമായ സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് എല്ലാ ദിവസവും 2 നേരം ഹോഷിയാർ സിംഗിനെ പരിശോധിച്ചിരുന്നത്. ഒരിക്കൽ കുറച്ചുച്ചത്തിൽ അയാൾ ഹീരറാഞ്ച് പ്രേമഗീതം പാടിയപ്പോൾ ഡ്യൂട്ടി സിസ്റ്റർ വന്നു ശാസിക്കുകയുണ്ടായി. സിസ്റ്ററുടെ അധികാരസ്വരത്തിലുള്ള ശാസന കേട്ടപ്പോൾ ധീരനായ ഹോഷിയാർ സിംഗ് തേങ്ങി തേങ്ങി കരയുവാൻ തുടങ്ങി. ഡ്യൂട്ടി റൂമിൽ കേസ് ഷീറ്റുകൾ പരിശോധിച്ചു കൊണ്ടിരുന്ന സർജിക്കൽ സ്പെഷ്യലിസ്റ്റ് ഓടി വന്നു. സംഗതി എന്താണെന്ന് അന്വേഷിച്ചു. മനസ്സിലായപ്പോൾ അദ്ദേഹം സിസ്റ്ററെ ഡ്യൂട്ടി റൂമിലേക്ക് വിളിച്ച് നല്ലപോലെ ശാസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹോഷിയാർ സിംഗ് 2 കാലും നഷ്ടപ്പെട്ട ചെറുപ്പക്കാരനായൊരു പട്ടാളക്കാരനാണ്. അംഗഭംഗം വന്ന അയാൾക്ക് ഹൃദയവേദനയുണ്ടാകും. ഹൃദയവേദന താൽക്കാലികമായെങ്കിലും മറക്കാനാവണം അയാൾ പാട്ടുമൂളുന്നത്. സിസ്റ്ററുടെ ജോലി മരുന്നുകൾ സമയത്തിന് കൊടുക്കുക മാത്രമല്ല, അവർ രോഗികളുടെ മനഃശാസ്ത്രം കൂടി പഠിക്കണം. അന്നു മുതൽ ഹോഷിയാർ സിംഗ് തോന്നുമ്പോഴൊക്കെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും. ഹൃദയവേദന മറക്കുവാനാണ് അയാൾ പാടുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എത്രയെത്ര പ്രതീക്ഷകളോടെയാവും 5 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിൽ ചേർന്നത്. എന്നിട്ട് ഇന്നയാൾ 2 കാലുകളുമില്ലാത്ത ഒരു പട്ടാളക്കാരനാണ്. അടുത്ത് തന്നെ ഓടൗട്ടിൽ പോകും. അവസാനമായി ആസ്പത്രിയിൽ നിന്ന് യാത്ര പറഞ്ഞപ്പോൾ ഹോഷിയാർ സിംഗ് പറയുകയുണ്ടായി, അയാൾ അടുത്തു തന്നെ പൂനെയിലെ പട്ടാളാസ്പത്രിയിലേക്ക് പോവുമെന്ന്. അവിടെയുള്ള കൃത്രിമ അവയവ കേന്ദ്രത്തിൽ നിന്ന് അയാൾക്ക് 2 മരക്കാലുകളും ഊന്നുവടികളും കിട്ടും. അയാൾ തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന രംഗം ഞാൻ ഓർത്തു പോവുകയാണ്.
5 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിൽ ചേരാനായി വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അയാൾ അരോഗ ദൃഢഗാത്രനായിരുന്നു. അയാൾക്ക് 2 കാലുകളും ഉണ്ടായിരുന്നു. ഹൃദയം പ്രതീക്ഷാനിർഭരമായിരുന്നു. ഇന്നോ എനിക്കത് ആലോചിക്കാൻ സാധിക്കുന്നില്ല. വേദനിപ്പിക്കുന്ന, നടുക്കമുണ്ടാക്കുന്ന പരമാർത്ഥങ്ങളാണിവ. പ്രിയപ്പെട്ട ഹോഷിയാർ സിംഗ്, ജീവിതാശകൾ വാടിക്കഴിഞ്ഞ ഒരു മനുഷ്യനായി നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് താമസിയാതെ പോയേക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൽ ജീവിക്കണമല്ലോ. ചീനക്കാരുടെ വെടിയുണ്ടകൾക്ക് വിധേയരായി അംഗഭംഗം വന്ന ഒരുപാട് ഹോഷിയാർ സിംഗുമാർ ഇന്ത്യ ഭൂഖണ്ഡത്തിലെ ഓരോ സമുദായത്തിലുമുണ്ട്. നിങ്ങളുടെ ഒന്നും ജീവിതം തകർന്നിട്ടില്ല. നിങ്ങൾ ധീരതയുടെയും സ്വരാജ്യ സ്നേഹത്തിൻ്റെയും പര്യായപദങ്ങളാണ്. അംഗവിഹീനരായ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയും പ്രതികാരവാഞ്ചയും ഉണ്ടാകുന്നു. ഹോഷിയാർ സിംഗ്, ഞങ്ങൾ, അല്ല നമ്മൾ എന്നു തന്നെ പറയട്ടെ, ഉണർന്നിരിക്കയാണ്. ശത്രുക്കൾ നമ്മളുടെ കണ്ണുകൾ തുറപ്പിച്ചിരിക്കുന്നു. നിങ്ങളെപ്പോലുള്ളവരുടെ വീരകഥകൾ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആത്മധൈര്യം പ്രദാനം ചെയ്യുന്നു. ഹോഷിയാർ സിംഗ്, നിങ്ങൾ ഞങ്ങളുടെ അഭിമാനമാണ്.